ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 യൂറോ കളിക്കാനായിട്ട് പോകുന്ന ഹംഗേറിയൻ നാഷണൽ ഫുട്ബോൾ ടീമിനെ കുറിച്ചിട്ടാണ്. ഒരു കാലത്ത് പുഷ്കാസിൻ്റെ ഹംഗറി ആയിരുന്നു, ഇപ്പോൾ സൊബോസ്ലായുടെ ഹംഗറിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ 2024 യൂറോയിൽ ഞാൻ കറുത്ത കുതിരകളായിട്ട് പ്രഖ്യാപിക്കുന്നത് ഹംഗേറിയൻ നാഷണൽ ഫുട്ബോൾ ടീമിനെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ കറുത്ത കുതിരകളാണ്. വേറെയും കറുത്ത കുതിരകളാകാൻ സാധ്യതയുള്ള ഒരുപാട് ടീമുകളുണ്ട് ഈ യൂറോയിൽ. അതിലിപ്പോൾ തുർക്കിയെ വേണമെങ്കിൽ നമുക്ക് പെടുത്താം, സെർബിയ ആ ഒരു ഗണത്തിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം, അതുപോലെ ഓസ്ട്രിയ നമുക്ക് ആ ഒരു ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താം, ഈവൻ ഉക്രൈൻ പോലും ചിലപ്പോൾ ഞെട്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കറുത്ത കുതിരകളായിട്ട് കാണുന്ന ഹംഗറിയാണ്. ഹംഗറിയെ സംബന്ധിച്ചോളം അവർ ചെന്നുപെട്ടിരിക്കുന്ന ഗ്രൂപ്പ് അത്ര എളുപ്പമുള്ളൊരു ഗ്രൂപ്പൊന്നുമല്ല. ഗ്രൂപ്പ് എയിൽ ആതിഥേയരായിട്ടുള്ള ജർമ്മനിക്കൊപ്പമാണ് അവരുള്ളത്. ജർമ്മനിയും സ്കോട്ട്ലൻഡും സ്വിറ്റ്സർലാൻഡുമാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. പക്ഷേ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പ്രോഗ്രസ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല 24 ടീമുകൾ അടങ്ങുന്ന ഈ യൂറോയുടെ പ്രത്യേകത എന്താണ്? മൂന്നാമത് ഫിനിഷ് ചെയ്താൽ പോലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ അവർ എന്തായാലും റൗണ്ട് ഓഫ് 16 കളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. ഇനി റൗണ്ട് ഓഫ് 16 എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവർ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ക്വാർട്ടർ ഫൈനലിലേക്കും അവിടുന്ന് സെമി ഫൈനലിലേക്കും പ്രവേശിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഒരു ഫാമിലി പോലെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഹംഗേറിയൻ നാഷണൽ ടീം മാർക്കോ റോസി എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജറിൻ്റെ കീഴിൽ 2024 യൂറോ കളിക്കാനായിട്ട് വരുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇപ്പോഴത്തെ ഹംഗറിയെ സംബന്ധിച്ചിടത്തോളം മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുന്നത് പോലും ഒരു നേട്ടമായിട്ട് കണക്കാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ പഴയ ഒരു ഹംഗറി ഉണ്ടായിരുന്നു, അതൊരു വല്ലാത്തൊരു ഹംഗറി ആയിരുന്നു. 50കളിലൊക്കെ ഒരു ജയന്റ് ഫുട്ബോളിംഗ് നേഷനായിട്ട് തല ഉയർത്തിപ്പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഹംഗറി ഉണ്ടായിരുന്നു. പുഷ്കാസിൻ്റെ, സാൻഡോർ കൊച്ചീസിൻ്റെ, അതുപോലെ നാൻഡോർ ഹിഡഗുട്ടിയുടെ, ഗ്രോസിക്സിൻ്റെ ഒക്കെ ഹംഗറി വല്ലാത്തൊരു ഹംഗറി ആയിരുന്നു അത്. അതായത് അവരുടെ നേട്ടങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിൽ ഈ ഒളിമ്പിക് ടൈറ്റിലുകളൊക്കെ വലിയ വാല്യൂയോട് കൂടി കണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫുട്ബോളിംഗ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ 3 ഒളിമ്പിക് ടൈറ്റിലുകൾ സ്വന്തമായിട്ടുള്ള രാജ്യമാണ് ഹംഗറി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. മാത്രമല്ല 2 വേൾഡ് കപ്പിൻ്റെ ഫൈനലുകൾ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. 1938 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അവർ ഇറ്റലിക്കെതിരെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ 1954 പരാജയം ഉണ്ടല്ലോ, സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടന്നിരുന്ന ആ ഒരു ഫൈനലിൽ വെസ്റ്റ് ജർമ്മനിക്കെതിരെ ഏറ്റ പ്രഹരം അവരെ സംബന്ധിച്ചോളം മറക്കാൻ അവർ ഒരിക്കലും സാധ്യതയില്ലാത്ത തരത്തിലുള്ള സംഭവമാണ്. വലിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു അധ്യായമാണ് ഹംഗേറിയൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചോളം. കാരണം അവർ ആ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഫേവറേറ്റ്സുകളായിട്ടായിരുന്നു. വെസ്റ്റ് ജർമ്മനിക്കെതിരെ അവർ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം കണ്ടു. 3-2 എന്നുള്ള സ്കോർ ലൈനാണ് അവർ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും മത്സരത്തിൽ മുന്നിട്ട് നിന്നുണ്ടായിരുന്നു. മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ വെസ്റ്റ് ജർമ്മനി തന്നെ 8-3 എന്നുള്ള സ്കോർ ലൈനിന് ഇതേ ഹംഗറി തന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേ വേൾഡ് കപ്പിൽ. ആ ടീമിനെതിരെയാണ് ഫൈനലിൽ അവർ പരാജയം ഏറ്റുവാങ്ങിയത്. ഫെറൻക് പുഷ്കാസിനെ സംബന്ധിച്ചോളം ഈ ജർമ്മനിക്കെതിരെയുള്ള ആ ഒരു ഗ്രൂപ്പ് ഗെയിമിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഹെയർലൈൻ ഫ്രാക്ചറൊക്കെ അദ്ദേഹത്തിൻ്റെ ആംഗിളിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനലിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള തീരുമാനം കോച്ച് എടുക്കുന്നു. പക്ഷേ ആ മത്സരം ഹംഗറി പരാജയപ്പെടുകയായിരുന്നു. അവരുടെ ഫൈനലിലേക്കുള്ള യാത്രയിൽ അവർ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഉറുഗ്വയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വമ്പന്മാരാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. പക്ഷേ വെസ്റ്റ് ജർമ്മനിക്കെതിരെ പരാജയം ഏറ്റുവാങ്ങുന്നു. മാത്രമല്ല ഈ ഹംഗറിയുടെ ഗോൾഡൻ ടീം ഉണ്ടായിരുന്നു 50കളിൽ. 1950 മുതൽ 1956 വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ അത് ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു ഹംഗേറിയൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം. വല്ലാത്തൊരു പീരീഡായിരുന്നു എൻ്റെ പൊന്നു ചങ്ങായിമാരെ. മാത്രമല്ല 2016 BBC ആ ഒരു ടീമിനെ ബെസ്റ്റ് ഫുട്ബോൾ ടീം ഇൻ ദ ഹിസ്റ്ററി എന്നുള്ള ലേബൽ പോലും കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മികച്ച രീതിയിലുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്നു. ടോട്ടൽ ഫുട്ബോളിൻ്റെ ആ ഒരു ഏർലി ഫോം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇവന്മാരായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഗുസ്താവ് സെബസ് എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ ഫെറൻക് പുഷ്കാസും സാൻഡോർ കൊച്ചീസും ഹിഡഗുട്ടിയും ഒക്കെ അടങ്ങുന്ന ആ ഒരു ടീം മികച്ച രീതിയിലുള്ള ഫുട്ബോൾ കളിച്ചിട്ട് ആളുകളെ ഞെട്ടിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പുഷ്കാസിൻ്റെ ഒക്കെ റെക്കോർഡ് വേറെ ലെവലായിരുന്നുള്ള കാര്യം ഓർക്കണം. അദ്ദേഹം ഒരു വല്ലാത്തൊരു ഗോൾ സ്കോറർ ആയിരുന്നു. 85 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് 84 ഗോളുകൾ ചങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഗോളിൻ്റെ ഗെയിം എന്നുള്ള റേഷ്യോ. അതൊക്കെ ആബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ സംഭവം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 85 മത്സരങ്ങൾ 84 ഗോള്. സാൻഡോർ കൊച്ചീസും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറും മികച്ച രീതിയിലുള്ള ഗോൾ സ്കോറിംഗ് ഫോം ആ ഒരു സാഹചര്യത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഗോൾ അടിച്ചു കൂട്ടുന്നു. ഈ മാനേജറിൻ്റെ കീഴിൽ ഈ സെൻറ്റർ ഫോർവേഡ് പുറകിലേക്ക് ഇറങ്ങി വന്ന് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്ന സാഹചര്യം, അങ്ങനത്തെ രീതിയിലുള്ള പരിപാടി. അറ്റാക്ക് ആസ് എ യൂണിറ്റ്, ഡിഫെൻഡ് ആസ് എ യൂണിറ്റ് എന്നുള്ള ഫിലോസഫിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മികച്ച രീതിയിലുള്ള ഫുട്ബോൾ. അവരുടെ റെക്കോർഡോ ഈ 1950 മുതൽ 1956 വരെ 69 മത്സരങ്ങളാണ് ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 58 മത്സരങ്ങൾ അവർ വിജയിച്ചു, 10 മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഒരൊറ്റ മത്സരം മാത്രമേ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത്
വെസ്റ്റ് ജർമ്മനിക്കെതിരെയുള്ള 1954 ആ ഒരു ഫൈനൽ പരാജയമായിരുന്നു. അത് വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഒരു പരാജയമായിരുന്നു. കാരണം ആ മത്സരത്തിലേക്ക് അവർ പോയിട്ടുണ്ടായിരുന്ന 32 മത്സരങ്ങളുടെ അൺബീറ്റൺ റെക്കോർഡൊക്കെ ആയിട്ടായിരുന്നു. അതാണ് അന്ന് വെസ്റ്റ് ജർമ്മനി തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ പീരീഡിന് ശേഷം പിന്നെയാണ് അവിടെ ഒരു ഹംഗേറിയൻ റെവല്യൂഷൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നെ എന്താണ്, അവർ വീണ്ടും ഫുട്ബോളിൽ നിറസാന്നിധ്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. 1986 വേൾഡ് കപ്പ് വരെ. 1986 വേൾഡ് കപ്പിന് ശേഷം പിന്നെ വേൾഡ് കപ്പിലേക്ക് പോലും ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല 87ാമത്തെ ഫിഫ റാങ്കിങ്ങിലേക്ക് വരെ അവർ പിന്തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ബെസ്റ്റ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലെ പ്രകടനം എന്ന് പറഞ്ഞാൽ 1964 അവർ 3rd ഫിനിഷ് ചെയ്തതാണ്. ഇപ്പോഴാ അവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ്. മാർക്കോ റോസി എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജർ 2018 ജോലി ഏറ്റെടുക്കുന്നു. അവർ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഒരു റെസല്യൂട്ട് യൂണിറ്റായിട്ട്, നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു യൂണിറ്റായിട്ടായിരുന്നു ആദ്യം നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരെന്താണ്, റിലേഷനിസം കൂടി അവരുടെ അറ്റാക്കിങ്ങിൽ കൊണ്ടുവരുന്നു. അങ്ങനെ അവർ നല്ല രീതിയിലുള്ള ഫ്രീഡം അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് കൊടുക്കുന്ന ഒരു സാഹചര്യം, ഡിഫെൻഡും ചെയ്യുന്നു, നല്ല രീതിയിൽ അറ്റാക്കിംഗ് സൈഡിലും അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. കാരണം 6 വർഷക്കാലമായി മാർക്കോ റോസി ആ ഒരു ടീമിൽ നിന്നിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയും നമുക്ക് ആ ഒരു ഹംഗേറിയൻ നാഷണൽ ടീമിൽ കാണാൻ സാധിക്കുന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല ബാക്ക് ടു ബാക്ക് യൂറോ ക്വാളിഫിക്കേഷൻ അവർ നേടിയെടുത്തിരിക്കുകയാണ്. 2016 അവർ യൂറോ കളിച്ചിട്ടുണ്ട്, 2020 2024 അവർ യൂറോ കളിക്കുകയാണ്. അപ്പോൾ 3 യൂറോയിലേക്ക് അടുപ്പിച്ച് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ മാർക്കോ റോസിയുടെ കീഴിൽ തുടർച്ചയായി 2 യൂറോയിലേക്ക് അവർക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കുന്നു. ഈ യൂറോ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലോ അവർ അൺബീറ്റൻ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിനെതിരെ ഇപ്പോൾ ഫ്രണ്ട്ലിയിൽ അവർ പരാജയം ഏറ്റുവാങ്ങി. അതിന് മുമ്പ് വരെ അവർ 18 മത്സരങ്ങളിൽ അൺബീറ്റൻ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സൊബോസ്ലായിയെ 2022 ഈ ഹംഗറിയുടെ ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നതിന് ശേഷം ഈ അയർലാൻഡിനെതിരെയുള്ള പരാജയത്തിന് മുമ്പ് വരെ ഒരൊറ്റ മത്സരം പോലും അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവർ റെഡിയാണ് യൂറോയിൽ കോമ്പീറ്റ് ചെയ്യാൻ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം. ഇതിനിടയിൽ അവർ ഈ മാർക്കോ റോസിയുടെ കീഴിൽ തന്നെ നാഷൻസ് ലീഗിൻ്റെ A ലെവലിലേക്ക് പ്രൊമോഷൻ നേടിയെടുക്കുന്നു. അതേപോലെ തന്നെ എവേ വിജയങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവേ വിജയങ്ങൾ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ, ജർമ്മനിക്കെതിരെ, ഇതൊക്കെ നേട്ടങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഹംഗറി, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് ഹംഗറി. ഇനി എന്താണ് അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മാർക്കോ റോസിയുടെ ഒരു ശൈലി ഒരു 5-3-2 ഫോർമേഷനാണ്. അപ്പോൾ അതിൽ തന്നെ അവരുടെ ഫിലോസഫിയെക്കുറിച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞു. സർവൈവൽ മോഡായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഫ്ലെയറും അവരുടെ അറ്റാക്കിംഗ് ഫേസിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുക. എളുപ്പമല്ല അവരെ ബ്രീച്ച് ചെയ്യുക, അവരുടെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്, അവർ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂറോയിലെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ അവർ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. അവരുടെ റാങ്കിങ് നിലവിലെത്തത് 26 എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവരുടെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഫെറങ്ക് പുഷ്കാസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ നമ്പർ 10 ധരിക്കുന്നത് അവരുടെ കപ്പിത്താൻ കൂടിയായിട്ടുള്ള സൊബോസ്ലായിയാണ്. ഡൊമിനിക് സൊബോസ്ലായിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ലിവർപൂളിൻ്റെ പ്ലെയറാണ്. നേരത്തെ ജർമ്മനിയിൽ ബുണ്ടസ് ലീഗയിലായിരുന്നു അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. യോഗൻ ക്ലോപ്പിൻ്റെ കീഴിൽ കഴിഞ്ഞ സീസണിൽ ലിവർപൂളിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ ടയർലെസ് ആയിട്ട് വർക്ക് റേറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങായാണ്. അതുമാത്രമല്ല, ഞാൻ പലപ്പോഴായിട്ട് സംസാരിച്ചൊരു സംഭവമാണ്, അദ്ദേഹം എത്ര വർക്ക് റേറ്റ് കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പിന്നെ മുഖത്തു നിന്ന് ഒരു സ്വെറ്റ് താഴേക്ക് വീഴും നമ്മൾ കാണാറില്ല എന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു എഞ്ചിനാണ് സൊബോസ്ലായി. ഈ ഹംഗേറിയൻ നാഷണൽ ടീം സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഫ്രീ കിക്ക് അടിച്ചു ഗോളാക്കാൻ കഴിവുള്ള തരത്തിലൊരു ചങ്ങയാണ്. അപ്പോൾ ഹംഗറിയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം വലിയ ടീമുകൾക്കെതിരെ പിന്നെ ഈ ഫ്രീ കിക്കുകൾ, സെറ്റ് പീസുകളൊക്കെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഫ്രീ കിക്കുകളിൽ നിന്നൊക്കെ ഡേഞ്ചർ പ്രോസസ്സ് ചെയ്യാൻ സൊബോസ്ലായിക്ക് സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ലോങ് റേഞ്ച് ഗോളുകൾ അടിക്കുന്നതിൽ ഉസ്താദാണ് സൊബോസ്ലായി. അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് തെറിച്ചു പോകുന്ന ഷോട്ടുകൾ ചിലപ്പോൾ തടുക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഫോഴ്സിലായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലെയറാണ് സൊബോസ്ലായി. അദ്ദേഹത്തിൻ്റെ ഓവറോൾ ക്രിയേറ്റിവിറ്റി
ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഹംഗേറിയൻ നാഷണൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മാർക്കോ റോസിയുടെ സൈഡിൽ വർക്ക് റേറ്റ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഡിഫെൻസീവ്ലിയും സോബോസ്ലായി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അത് അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ഒരു പിന്നെ പരിപാടിയാണത്. യോഗൻ ക്ലോപ്പിനും അത് ആവശ്യമുള്ളത് തന്നെയായിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ലിവർപൂൾ സീസൺ ഒരു ഡീസൻറ്റ് സീസണായിരുന്നു. തുടക്കം നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇഞ്ചുറി പറ്റുകയും അദ്ദേഹത്തിന് ആ ഒരു തുടക്ക സമയത്ത് കാണിച്ച തരത്തിലൊരു ഫോം സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് സീസൺ ആയിരുന്നു. അത് കണക്കിലെടുക്കുമ്പോൾ ഒരു ഗുഡ് സീസൺ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി അവിടെ ആർനെ സ്ലോട്ട് വന്നിട്ടുണ്ട്. ആർനെ സ്ലോട്ടിൻ്റെ കീഴിൽ ഏത് രീതിയിലുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഹംഗറിയുടെ കപ്പിത്താൻ കൂടിയാണ് സോബോസ്ലായി എന്ന് പറയുന്ന അവരുടെ ഐക്കണായിട്ട് നിലകൊള്ളുന്ന ഈ ചെങ്ങായി. ഇനി അവരുടെ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്ന തരത്തിലുള്ളൊരു പ്ലെയർ മിലോസ് കെർക്കഷ്. പ്രീമിയർ ലീഗ് ആണെന്നൊരു കൃത്യമായിട്ട് അറിയുന്ന പ്ലെയറാണ്. ലെഫ്റ്റ് ബാക്കായിട്ടാണ് ചെങ്ങായി പിന്നെ ബോൺമൗത്തിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് റോളായിരിക്കും കളിക്കുന്നുണ്ടാവുക. 2023 ബോൺമൗത്തിന് പ്ലെയറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് പുറകിലുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. വേറെയും ക്ലബ്ബുകൾ അദ്ദേഹത്തിന് പുറകിലുണ്ടെന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് മിലോസ് കെർക്കസ്. പിന്നെ ഒരു എക്സ് ഫാക്ടർ ഉള്ള ഒരു പ്ലെയറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ലാസ്ലോ ക്ലെൻ ഹൈസ്ലറാണ്. അപ്പോൾ ഈ ചങ്ങായി കഴിഞ്ഞ യൂറോയിൽ ഫ്രാൻസിനെതിരെ ഹംഗറി 1-1 എന്നുള്ള സമനില പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ മികച്ച പ്രകടനം മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചങ്ങായി സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡിൽ പോഗ്ബയും റാബിയും കാൻറ്റേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നിട്ട് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഈ ചങ്ങായിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓൺ ഹിസ് ഡേ ആളുകളെ ഞെട്ടിക്കാൻ കഴിവുള്ള, മിഡ്ഫീൽഡ് റൂൾ ചെയ്യാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ സംഭവം, ക്ലബ് ലെവലിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാകാൻ പറ്റില്ല. 30 വയസ്സുണ്ട്. ഇപ്പോൾ ഹംഗേറിയൻ പോൾ സ്കോൾസ് എന്നൊക്കെയാണ് ചങ്ങായിനെ വിളിക്കുന്നത്. ഇനി ചിലപ്പോൾ ഈ യൂറോയിൽ ചിലപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. പിന്നെ ക്ലബ് ലെവലിൽ നമുക്ക് അദ്ദേഹത്തെ കാണാനേ പറ്റിയെന്ന് വരില്ല അടുത്ത മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് വരെ. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്ലേയേഴ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും, പിന്നെ ക്ലബ് ലെവലിൽ നമുക്ക് അവരെ കാണാനേ പറ്റില്ല എന്നുള്ളത്. ഈ ചങ്ങായിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബിലായിരുന്നു ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ പുള്ളിക്കാരൻ ചിലപ്പോൾ ഞെട്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അവരുടെ സ്പൈനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കീപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. പീറ്റർ ഗുലാക്സി ലൈപ്സിഗിൻ്റെ കീപ്പറാണ്. ഈ ലൈപ്സിഗിൻ്റെ മറ്റൊരു പ്ലെയർ കൂടിയുണ്ട് ഈ ഗുലാക്സിക്കൊപ്പം കളിക്കുന്ന താരം, ഓർബാൻ. വില്ലി ഓർബാൻ ലൈപ്സിഗിൻ്റെ ഡിഫൻഡറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ക്ലബ് ലെവലിലും കളിക്കുന്നത്. അഗെയിൻ ഒരു ലീഡർ ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ആ ഒരു ഡിഫൻസിൽ എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ആളൊരു നാച്ചുറൽ ഹംഗേറിയൻ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഹംഗേറിയൻ സിറ്റിസൺഷിപ്പ് അദ്ദേഹം 2018 എടുക്കുന്നത്. ആളൊരു ജർമ്മൻ ബോൺ ആയിട്ടുള്ള ചങ്ങായിയാണ്. അങ്ങനെ ഹംഗറിയൻ ഭാഷയും അദ്ദേഹം സംസാരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ സ്റ്റിൽ ആ ഒരു ഫാമിലിയിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ചങ്ങായിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ അഗെയിൻ സോബോസ്ലായി തന്നെയാണ് മിഡ്ഫീൽഡിലെ മെയിൻ മാൻ. അദ്ദേഹത്തിനൊപ്പം യൂണിയൻ ബെർലിൻ്റെ ഷാഫർ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. 25 വയസ്സ് ആണ് ചങ്ങായിയുടെ പ്രായം എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നാഗി ആയിരിക്കും ഈ ഷാഫറിനൊപ്പം മിഡ്ഫീൽഡ് ഉണ്ടാവുക. സോബോസ്ലായി കുറേ കൂടി ഒരു അറ്റാക്കിംഗ് ഏരിയയിലല്ലേ കളിക്കുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ സലായാണ്. സലായ് ഫ്രൈബർഗിൻ്റെ താരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജിയും ടെനാസിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. കഴിഞ്ഞ യൂറോയിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബുണ്ടസ് ലീഗയിൽ ഇപ്പോൾ ഫ്രൈബർഗിന് വേണ്ടിയിട്ട് ആകെ 3 ഗോളുകളെ കഴിഞ്ഞ സീസണിൽ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില പ്ലേയേഴ്സ് നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്ന നമ്മൾ കാണാം. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഈ സലായെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അപ്പോൾ സലായും സോബോസ്ലായും ഈ വാർഗ എന്ന് പറയുന്ന സ്ട്രൈക്കർക്ക് പുറകിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായിരിക്കും മാർക്കോ റോസി ചൂസ് ചെയ്യുന്ന ടീം എന്നുള്ളത് കാത്തിരുന്ന് കാണാം. 5-3-2 ഫോർമേഷനിൽ തന്നെയായിരിക്കും അവർ കളിക്കുന്നുണ്ടാവുക. അവർ വളരെ റെസൊല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ടീമുകളെ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൈഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. പിന്നെ പഴയ പ്രതാപകാലത്തുള്ള തരത്തിലുള്ള ക്വാളിറ്റിയൊന്നും ഹംഗേറിയൻ നാഷണൽ ടീമിന് ഇപ്പോൾ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്, പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആ ഒരു യൂണിറ്റിയും ആ ഒരു പോരാട്ട വീര്യം തന്നെയായിരിക്കും അവരെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ വേറിട്ട് നിർത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ കറുത്ത കുതിരകളായിട്ട് കണക്കാക്കുന്നത്. സ്കോട്ട് സ്ട്രെങ്ത് ഒന്നും അത്ര വലിയ തോതിൽ വിളിച്ചോതാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡല്ല, പക്ഷേ ചിലപ്പോൾ ഞെട്ടിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ പുഷ്കാസിനെയൊക്കെ ഇന്നത്തെ കാലത്ത് ആളുകൾ ഓർത്തെടുക്കുന്നത് ആ ഒരു പുഷ്കാസ് അവാർഡിൻ്റെ പേരിലായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോററായിരുന്നു ഫെറൻക് പുഷ്കാസ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിരുന്നു. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.